HMBV മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പം സത്യം പറയല്ലോ ഏറ്റവും കൂടുതൽ വിറ്റ് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടോപ്പിക്കാണ് HMBV. അതിന് വേണ്ടിയുള്ള ഒരു ടോപ്പിക്ക് മാത്രമാണ് HMBV എന്നാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, സ്വാഭാവികമായിട്ട് ഒരു ദിവസം ഒരു 100 പേര് മരിക്കുന്നുണ്ടെങ്കിൽ ഒരു 110 പേര് മരിക്കും. ഇപ്പം സാധാരണ രോഗങ്ങൾ വന്നിപ്പോൾ ഒരു 100 പേര് മരിക്കുമായിരിക്കും. സാധാരണ പനി, ഫ്ലൂ, അതുപോലൊക്കെ ഓരോ വൈറസ്, ബാക്ടീരിയസിനൊക്കെ നോർമലായിട്ട് ഉണ്ടാകും. നമ്മുടെ മൂക്കൊലിപ്പം പനിയൊക്കെ വന്ന് ചില ആൾക്കാർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാരെ ബാധിക്കും. അവരുടെ ചെറിയ രീതിയിൽ ഭയങ്കര പാൻഡമിക് അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമുള്ള രീതിയിലൊന്നും അല്ല. ഇത് ചെറിയ രീതിയിൽ സംഭവിക്കുന്നതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആൾക്കാരിൽ തെറ്റിദ്ധാരണ വളർത്തി മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തോ തോന്നുന്നത് നിങ്ങൾക്ക് പറയാൻ കേട്ടോ. ഇതിനെ ന്യായീകരിക്കുന്നവരുണ്ടാവാം, കുറ്റം പറയുന്നവരുണ്ടാവാം. ഞാൻ മറ്റൊന്നും കൊണ്ട് പറഞ്ഞതല്ല. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ട. കാരണം ആൾക്കാരുടെ മനസ്സിൽ പേടി വളർത്തിക്കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത് പേടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ട്? ഡോക്ടർമാർക്ക് തോന്നുന്നില്ല, അവർ പറയുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ഡോക്ടർമാരുടെ എല്ലാവരുടെയും വീഡിയോ ഉണ്ട്, എല്ലാവരും പറയുന്നുണ്ട് പേടിക്കേണ്ടത്. പണ്ട് മുതലേ ഈ ചൈനയിൽ നിന്ന് ഒരാൾക്ക് പോലും ഇന്ത്യയിലോട്ട് പടർന്നിട്ടില്ല സംഭവം. പണ്ട് കൊറോണ വൈറസ് വന്നു, ഒക്കെ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. അന്നും നല്ല രീതിയിൽ അതിനെ വിറ്റ് നല്ല ഒരു ചന്തയായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിറ്റ് വരുമാനം ഉണ്ടാക്കുമായിരുന്നു മാധ്യമങ്ങൾ. പക്ഷെ ഇന്ന് ഇപ്പം ഒന്നും പിടിച്ചു തൂങ്ങാൻ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ചെറിയൊരു സാധനം, ചെന്നായിക്ക് എപ്പോഴും എല്ലും കഷ്ണം എന്നുള്ള രീതിയിൽ എന്തേലും ഒന്ന് കാണുമ്പം മാക്സിമം ആൾക്കാരിലേക്ക് പെരുപ്പിച്ച് കാണിക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഈ ലോലഹൃദയരായിട്ടുള്ള ആൾക്കാർക്കുണ്ടല്ലോ അവർക്ക് ചിലപ്പം ഇതൊക്കെ ഒന്ന് അറ്റാക്ക് വരാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരെയുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇത് വലിയതായിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ മാധ്യമങ്ങളുടെ വീഡിയോ കാണാതെ കഴിവതും ഡോക്ടർമാരുടെ വീഡിയോ കാണാനേ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്തുള്ളൂ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവരാകുമ്പോൾ സത്യം പറയും. അവർക്ക് ജസ്റ്റ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം. പക്ഷേ മാധ്യമങ്ങൾക്ക് അങ്ങനെയല്ല, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടാണിത്. അപ്പം ഡോക്ടർമാരുടെ ക്രെഡിബിലിറ്റി ഇപ്പോൾ ഡോക്ടർ ഡാനിൽ സലീം ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലൊക്കെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. ഞാൻ പേഴ്സണലി ഞാൻ പുള്ളിക്കാൻ്റെ വീഡിയോസൊക്കെ കൂടുതലും കാണാറ്, ബാക്കിയുള്ള വീഡിയോയും കാണാറുണ്ട്. പക്ഷേ എനിക്ക് ഡോക്ടർമാർ പറഞ്ഞത് പ്രകാരം ഇത് വലിയ പാൻഡമിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എന്തോ തോന്നുന്നത്? നിങ്ങൾ ആരും ടെൻഷൻ അടിക്കുന്നത് വേണ്ട. മാക്സിമം എനിക്ക് ഒരു ദിവസം എന്തായാലും മരിക്കും, അത് സത്യമാണ്. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെയാണ് നമ്മൾ തടയുക. അല്ലെങ്കിൽ പ്രശ്നേഷിനെ പോലെ നിൽക്കാത്തവരെ സാനിറ്റൈസ് അടിച്ചു നടക്കുക, അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. വരാനുള്ള എപ്പോഴായാലും വരും. പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് വരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് ട്രൈ ചെയ്യുക തന്നെ വേണം. പക്ഷേ അതിന് ഇപ്പം വലിയ സംഭവമായിട്ടൊന്നും ഈ HMBV എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല. ജസ്റ്റ് ആൾക്കാർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം, അത്രമാത്രം. നിങ്ങൾ അങ്ങനെ ഇതിനെ കണ്ടാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്.